കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾ വരുന്നു, പല ഭാഗത്തുനിന്നും ആരോപണങ്ങൾ വരുന്നു. ഈ ആരോപണം ശക്തമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മെയിനായിട്ടിരിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അതിൽ തമാശക്ക് പറഞ്ഞു എന്ന് പറയുന്ന ഡയലോഗുകൾക്ക് വരെ ഒരു തമാശക്ക് ആൾക്കാർ പറയുന്ന ഡയലോഗുകൾ വരെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആരോപണമായിട്ട് വരിക. ചില ചാനലുകാർ അതൊരു വേറൊരു രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ച് അതും ഒരു പീഡന ശ്രമമാണോ എന്ന് ഭയക്കുന്ന, തമാശ പറഞ്ഞതിനെ വരെ ഒരാൾ ഭയന്നു പോയി എന്ന് പറയുമ്പോൾ അതും ഒരു പീഡന ശ്രമമാണോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, മനസ്സിലായി? അപ്പൊ അതിനകത്തൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് നീങ്ങാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എല്ലാവരും കൂടെ രാജിവെച്ച് ഒഴിയുന്നു. അഡ്ഹോക് കമ്മിറ്റി 2 മാസം ഭരിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും സമ്മതമായിട്ടുള്ള പുതിയ ഭാരവാഹികൾ ജയിച്ചു കയറി വരട്ടെ. അതാവുമ്പോൾ പിന്നെ ആർക്കും പരാതി പറയാനുണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി തന്നെ രാജിവെച്ചതാണ്. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടന ഒരിക്കലും അനാഥമാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ എല്ലാ മാസവും ഏതാണ്ട് 116 പേർക്ക് പെൻഷൻ കൊടുക്കണ്ടേ, 5000 രൂപയുടെ മരുന്ന് സപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അമ്മയുടെ നേതൃത്വമാണ്, അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും തയ്യാറില്ല. ഞങ്ങളൊക്കെ തന്നെ 2 മാസം അതിന്റെ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം പുതിയ ഭരണസമിതി, അതിലാരൊക്കെ ചിലപ്പം ഈ ഭരണസമിതിയിലുള്ളവരുണ്ടാവാം. അന്നേരത്തേക്ക് കേസിന്റെ കാര്യങ്ങൾ മാറും. അപ്പം ഈ പറയുന്ന പോലെ അഗ്നിശുദ്ധി വരുത്തിയ ആൾക്കാര്, ആരോപിക്കപ്പെട്ട ആൾക്കാര്, തമാശ പറഞ്ഞവരും പറയാത്തവർക്കും ഒക്കെ വേണമെങ്കിൽ വരാമല്ലോ. പിന്നെ വേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരും. നിങ്ങളിലൂടെ സത്യത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ജനങ്ങൾ അമ്മയെ തിരിച്ചറിയുന്നത് ഇപ്പം നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ 3.5 കോടി ജനം അമ്മയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്ന ഭാഷയ്ക്കനുസരിച്ചാണ് അമ്മയെ വിലയിരുത്തുന്നത്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പോകുന്നു. ഞങ്ങളെന്നും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെയാണ്, ഒരിക്കലും വേട്ടക്കാരനൊപ്പം. അത് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും പ്രഖ്യാപിക്കാം. തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കാൻ ആർക്കും പറ്റുമല്ലോ. ലോകത്ത് എത്രയോ പേർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ തെറ്റ് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ അതിനെ അനുകൂലിക്കാൻ നിൽക്കില്ല. യാതൊരു സംശയവും വേണ്ട. അമ്മ ഇരയ്ക്കൊപ്പം തന്നെ.